നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10th മെയിൻ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് OA, LD ലെവൽ, 10th ലെവൽ പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61ഉം ഏഴാം പദം 31 ആണ്. ശ്രേണിയിലെ 10ാം പദം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം, ഏഴാം പദം, അങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ നമുക്കറിയാം. n-ാം പദം എന്ന് പറഞ്ഞാൽ എന്തുവാ? a + n-1 × d. ശരിയല്ലേ? a + n-1 × d ആണ്. അപ്പൊ തൽക്കാലം ഞാൻ 4, 7, വലുത് 7 അല്ലേ, സ്ഥാനം കൊണ്ട് വലുത് 7 ആയതുകൊണ്ട് അത് അങ്ങോട്ട് എടുക്കുക. ഇത് നോക്കുക, ഏഴാം പദത്തിനെ നമുക്ക് a + 6d എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് അവർ 31 എന്ന് തന്നേക്കുന്നത്. പിന്നെ നാലാം പദം 61 ആണെന്ന് തന്നിട്ടുണ്ട്. നാലാം പദത്തിനെ നമുക്ക് a + 3d എന്നും വിളിക്കാം. അതാണ് 61. ഒരു സമാന്തര ശ്രേണിയിൽ നിങ്ങൾക്ക് എപ്പം രണ്ട് ഇക്വേഷൻ കിട്ടിയാലും അത് തമ്മിൽ അങ്ങ് കുറച്ചേക്കുക. അതായത് ആ രണ്ട് ഇക്വേഷൻ കുറയ്ക്കുക. ഇപ്പൊ എക്കാന്ന് a പോയാൽ 0 ആണ്. 6dക്കകത്തുനിന്ന് 3d പോയാൽ 3d എന്ന് കിട്ടും. 31 61 വേണം. 31 61 പോയാൽ ഒരു ചെറിയ സംഖ്യ വലിയ സംഖ്യ പോയാൽ നെഗറ്റീവ് വരും. പിന്നെ 61 31 കളഞ്ഞാൽ മതി 30. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് d കിട്ടും. അപ്പൊ -30/3 എത്ര കിട്ടും? -10 എന്ന് കിട്ടും. -10. അപ്പൊ ഡിയുടെ വില -10 എന്ന് കിട്ടും. അപ്പൊ d ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം 10ാം പദമാണ്. ശരിയല്ലേ? 10ാം പദം. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഏഴാം പദം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, 31. ഈ ഏഴാം പദത്തിനോടൊപ്പം ഒരു d കൂട്ടിയാൽ നമുക്ക് 8ാം പദം കിട്ടും. 2d കൂട്ടിയാൽ, പൊതുവ്യത്യാസം കൂടി കൂടി പോകുന്നതാണല്ലോ സമാന്തര ശ്രേണി. ഏഴാം പദത്തിനോടൊപ്പം ഒരു d കൂട്ടിയ 8ാം പദം, 2d കൂട്ടിയ 9ാം പദം, 3d കൂട്ടിയ 10ാം പദം. അതായത് ഏഴാം പദത്തിനോടൊപ്പം ജസ്റ്റ് ഒരു 3d കൂട്ടിയാൽ മതിയാകും. ഏഴാം പദം യഥാർത്ഥത്തിൽ എത്ര? 31 + 3 × d. d എന്ന് പറഞ്ഞാൽ -10 അല്ലായിരുന്നു? d എന്ന് പറഞ്ഞാൽ -10. അപ്പോൾ 31. 3 × -10 എന്ന് പറഞ്ഞാൽ -30 എന്ന് വരും. 31 ന്ന് 30 പോയ എത്ര? 1. അപ്പൊ നമ്മുടെ ഉത്തരം 10ാം പദം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A 1. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം 2. 9ാം പദം, 10ാം പദം, 11ാം പദം ഇവയുടെ തുക 90 ആണ്. 9ാം പദം, 10ാം പദം, 11ാം പദം, 9, 10, 11 അടുപ്പിച്ച് 3 പദങ്ങളുടെ തുക 90 ആണ്. എങ്കിൽ ആദ്യ പദം എത്ര? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടുപ്പിച്ച 3 പദങ്ങളുടെ തുക 90 ആണെങ്കിൽ ഉറപ്പായിട്ടും 3 എണ്ണത്തിന്റെ തുക 90 ആണെങ്കിൽ ആ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 30. അത് ശരാശരി നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും. ഓക്കെ, എപ്പോഴും സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നടുക്ക് നിൽക്കുന്ന ആളെ കിട്ടും. എന്നുവെച്ചാൽ 9ാം പദം, 10ാം പദം, 11ാം പദം 3 പദങ്ങൾ, നടുക്ക് നിൽക്കുന്നത് 10ാം പദം. അപ്പോൾ 10ാം പദം 30 ആയിരിക്കും. 10ാം പദം എന്ന് പറഞ്ഞാൽ 10ാം പദം, 10ാം പദം എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ 10ാം പദം എന്ന് പറഞ്ഞാൽ a + 9d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇതിൽ a + 9 × d പൊതുവ്യത്യാസം 2 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പൊതുവ്യത്യാസം 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പൊ a + 9 × 2 18, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പൊ a എത്ര കിട്ടും? 30 - 18 12 എന്ന് കിട്ടും. മീൻസ് ആദ്യ പദം 12 എന്ന് വരും. ഓപ്ഷൻ B ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിലെ 11ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക 80 ആയാൽ 16ാം പദം എന്ത്? അപ്പൊ 11ാം പദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 11ാം പദം എന്തുവാ? a + 10d. 21ാം പദം a + 20d. ഇതിന്റെ രണ്ടിന്റെയും കൂടെ തുക 80 ആണെന്ന് പറയുന്നു. അപ്പൊ ഈ എയും എയും കൂടെ നമുക്ക് കൂട്ടാം. 11ാം പദം എന്ന് പറഞ്ഞാൽ a + 10d, 21ാം പദം എന്ന് പറഞ്ഞാൽ a + 20d. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 80. എയും എയും കൂടെ കൂട്ടാം, 2d എന്ന് കിട്ടും. 10dയും 20dയും കൂടെ കൂട്ടാം, 30d. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 80 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇതിനകത്ത് നമുക്കൊരു 2 കോമ എടുത്ത് കട്ട് ചെയ്തോളാം. അല്ലെങ്കിൽ ഇത് 2ന്റെ മൾട്ടിപ്പിളാ, ഇത് 2ന്റെ മൾട്ടിപ്പിളാ, ഇത് 2ന്റെ മൾട്ടിപ്പിളാ. ഈ ഇക്വേഷനെ എല്ലാത്തിനെയും നമുക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a കിട്ടും. 30d 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15d എന്ന് കിട്ടും.
80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടി. a + 15d ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇതിനകത്ത് ഓപ്ഷൻ എഴുതിയിട്ടില്ലേ, സാരമില്ല. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് 16ാം പദമാണ്. 16ാം പദം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 16ാം പദം എന്ന് പറഞ്ഞാൽ എന്തോ റിസൾട്ട്? a + 15d അല്ലേ 16ാം പദം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ 16ാം പദം എന്ന് പറഞ്ഞാൽ ഓർത്തേക്കുക, അത് a + 15d ആണ്. അപ്പൊ a + 15d 16ാം പദം കിട്ടും 40. ഇത് തന്നെ നമ്മുടെ ഉത്തരം 40. ഒരു തൽക്കാലം ഓപ്ഷൻ എ ആയിട്ടങ്ങ് വിചാരിച്ചോ. ഓപ്ഷൻ എ 40. ഇത് രണ്ടും അല്ല, പക്ഷെ എഴുതാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ 16ാം പദം a + 15d ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ക്വസ്റ്റ്യൻ 7, 13, 19. 7, 13, 19 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 15, 21, 27 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 25 പദങ്ങളുടെ തുക? ഈ ശ്രേണിയിലെ ആദ്യ 25 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്നാ. നിങ്ങൾക്ക് ഇതിന്റെ 25 പദങ്ങളുടെ തുക കണ്ടെത്താം, ഇതിന്റെ 25 പദങ്ങളുടെ തുക കണ്ടെത്താം. അതിനേക്കാൾ എത്ര കൂടുതലാണ് ഇതെന്ന് തമ്മിൽ കുറച്ച് നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ ആൾറെഡി ഇതിന്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിന്റെ തുക നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ 7നേക്കാൾ എത്ര കൂടിയാ 15 കിട്ടുന്നതെന്ന് നോക്കാം, നിൽക്കുന്നതെന്ന് നോക്കാം. 8 ആണ്. 15ന്ന് 7 കുറച്ചതാ. 13നേക്കാൾ എത്ര കൂടിയാ 21 കിട്ടുന്നത്? 21 നിൽക്കുന്നത് 8 ആണ്. സെയിം നമ്പർ ആണ്. ഓക്കെ, 19 + 8 അല്ലേ 27. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് 8 കൂടിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഓരോ ടേമും നമ്മൾ നോക്കപ്പോഴും 8 വെച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇതിന്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ ആ കൂടി നിൽക്കുന്നത് ജസ്റ്റ് അങ്ങ് എടുത്തു കൂട്ടിയാൽ പോരെ. ഇപ്പൊ എത്ര സ്ഥലത്ത് ഈ 8 കൂടുതലുണ്ട്? 25 എടുത്തുണ്ട്, ശരിയല്ലേ? 25 എടുത്ത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സം എടുക്കും. അപ്പം 8 × 25 ചെയ്താൽ പോരെ. 8 + 8 + 8 + 8 അങ്ങനെ 25 തവണ. കാരണം ഈ ശ്രേണിയിൽ 25 പദങ്ങളുണ്ട് എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 8 × 25 നമുക്ക് എത്ര കിട്ടും? 200 എന്ന് വരത്തില്ലേ? 200. ഓപ്ഷൻ ബി. 5ാമത്തെ ചോദ്യം. 5, 7, 9 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 140 കിട്ടുന്നത്? അപ്പൊ 5, 7, 9 ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം, അത് പിന്നെ പറയാം. ഇത് സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 5 ആണ്. പൊതുവ്യത്യാസം d അതെന്ന് പറഞ്ഞാൽ 7ന്ന് 5 കുറച്ചാൽ മതി. d 2 ആണ്. ഇതിനകത്ത് എത്രയോ പദങ്ങളുടെ തുകയാണ്, എത്രയോ പദങ്ങൾ n പദങ്ങളുടെ തുകയാണ് 140 എന്ന് തന്നേക്കുന്നത്. 140. നമുക്ക് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? n/2 × 2a + n - 1 × d. അപ്പൊ ഈ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാം. n നമുക്ക് അറിയത്തില്ല. അപ്പൊ Sn എന്ന് പറഞ്ഞാൽ n/2 × 2a ആണ്. a പക്ഷെ നമുക്കറിയാം 5 ആണ്. ഓക്കെ, പ്ലസ് n - 1 n അറിഞ്ഞൂടല്ലോ. d നമുക്കറിയാം 2 ആണ്. അപ്പൊ അതാണ് അവരെത്ര തന്നേക്കുന്നത്? 140. ഇനി ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിനകത്തെ 2 വേണമെങ്കിൽ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ n × 2 × 5 10 കിട്ടും. പ്ലസ് ഈ 2 കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തോട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് 2 കോമ എടുത്ത് ഈ 2 കട്ട് ചെയ്താലും മതി. അത് നമ്മുടെ യുക്തി അനുസരിച്ച് ചെയ്തോ. ഈ /2 ഞാൻ തൽക്കാലം ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് 280 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ /2 ഇല്ല. താഴെ കിടക്കുന്ന 2 ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഡിവൈഡ് ചെയ്തേക്കോ. 2 ഈക്വൽ സൈൻ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 140 × 2 280. 2 × 5 10 എഴുതി. 2 കൊണ്ട് ഓപ്പൺ ചെയ്യണം. 2 × n 2n. 2 × -2 -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ n × ഈ 2n അതേപടി എഴുതി. 10 - 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 280. ഇനി ഞാൻ ഈ n കൊണ്ട് ഓപ്പൺ ചെയ്ത്, അപ്പൊ n കൊണ്ട് ഓപ്പൺ ചെയ്യപ്പം 2n² എന്ന് വരും. 2n² പ്ലസ് ഈ n കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n × 2n 2n². n × 8 80n ദാറ്റ് ഈസ് ഈക്വൽ ടു 280. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇതിനെ എല്ലാത്തിനെ ഇത് 2ന്റെ മൾട്ടിപ്ലൈ, ഇത് 2ന്റെ മൾട്ടിപ്ലൈ, ഇത് 2ന്റെ മൾട്ടിപ്ലൈ, എല്ലാത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് n² പ്ലസ് 4n ദാറ്റ് ഈസ് ഈക്വൽ ടു 140 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെക്കണം, അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പല പല വഴികളുണ്ട്. അപ്പൊ അതങ്ങാണ് ഉപയോഗിക്കേണ്ടി വരും. അതാ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ അതൊക്കെ ഇച്ചിരി ലോങ് വഴിയായി. ഇത് ആൾറെഡി തന്നെ ലോങ് ആയി. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഓരോന്നായിട്ട് ഇട്ട് നോക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇട്ടപ്പോൾ ഈ സാധനം കിട്ടുമോ നോക്കിയാൽ പോരെ.
നമുക്ക് ആദ്യം തന്നെ ഈ ഓപ്ഷൻ എ ഇട്ട് നോക്കാം. അപ്പൊ എന്നിന്റെ സ്ഥാനത്തോട്ട് ഞാൻ 10 ഇട്ട് കൊടുത്ത്. അപ്പൊ 10 ഇട്ട് കൊടുത്താൽ 10ന്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് 10, അത് 140 വരുമോ എന്ന് നോക്കിയാൽ പോരെ. 10ന്റെ സ്ക്വയർ 100, 4 ഇൻറ്റു 10 40, കാര്യത്തികളുടെ 140, 100 പ്ലസ് 40 140. ശരിയായി. അപ്പൊ അത് തന്നെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. 12 ഇട്ട് കൊടുത്ത് നോക്ക്. 12 സ്ക്വയർ 154, 154 12 48, 154 48 കൂടെ ആഡ് ചെയ്യപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, 150 വരുമോ? ഇല്ല. അപ്പൊ അത് നമ്മുടെ ഉത്തരമല്ല. അപ്പം ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളു. അപ്പൊ എ നമ്മുടെ ഉത്തരം 10. പക്ഷെ ഇത് ഇച്ചിരിയും കൂടെ നമുക്ക് ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അതുകൂടെ ഒന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് യഥാർത്ഥത്തിൽ ഇതിപ്പോ ബുദ്ധിപരമായി ചിന്തിക്കാൻ പറ്റുന്നത് ഇതൊരു ഓഡ് നമ്പരാ. നിങ്ങൾ നോക്ക്, ഓഡ് നമ്പർ അല്ലേ, 5 7 9 അങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 5 അധികം 7 അധികം 9 അധികം അങ്ങനെ എത്രയോ പദങ്ങൾ കൂട്ടപ്പെടാൻ 140 കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഞാൻ ഇപ്പുറത്തോട്ട് ഒരു 1ഉം 3ഉം കൂടെ ജസ്റ്റ് കൊണ്ടുവന്ന് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിനോടൊപ്പം 1ഉം 3ഉം കൂടെ കൂട്ടി, 1ഉം 3ഉം കൂടെ. അപ്പൊ ഇപ്പുറത്ത് ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൂട്ടിയാൽ നിങ്ങൾ അപ്പുറത്തും കൂട്ടണം. അവിടെ ഞാൻ 3ഉം 1ഉം കൂടെ കൂട്ടി. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ തുകയല്ലേ, 1 3 5 7 9 ആദ്യം മുതലുള്ള ഓഡ് നമ്പേഴ്സ് അതിന്റെ തുകയാ. അപ്പൊ അതിന്റെ തുകയാണ്, അതായത് 1 3 5 7 എക്സെട്ര, ഇതിന്റെ തുകയാണ് അവര് 150 പ്ലസ് 3 പ്ലസ് 1 144 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം മുതലുള്ള കുറെ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ 154 കിട്ടി. ഒറ്റ സംഖ്യയുടെ തുക n സ്ക്വയർ ആണ്. അപ്പൊ 154 ആൾറെഡി 12ന്റെ സ്ക്വയർ അല്ലേ, അപ്പൊ n 12 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇത് 12 എണ്ണം ഉണ്ടെന്ന അർത്ഥം. 12 എണ്ണം. ആ 12 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ കൊണ്ടുവന്നതാണ്, 1ഉം 3ഉം. അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ 10 സംഖ്യകൾ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 അങ്ങനെ പോയി 201/101. ജസ്റ്റ് എല്ലാത്തിൻ്റെ ഛേദം സെയിം ആണ്. ഛേദം സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഛേദം എഴുതിയിട്ട് താഴോട്ട് എഴുതാമേ. ഒറ്റ ഛേദം എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടാം. 1 + 3 + 5 എങ്ങനെ പോവാം? 1 + 3 + 5 എക്സെട്ര ലാസ്റ്റ് 201. ഇത് ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടെത്താൻ ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. ശരിയല്ലേ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ തുക n സ്ക്വയറാ. n എന്ന് പറഞ്ഞാൽ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് എന്ന് പറയുന്നതാ. 201 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 50 എണ്ണമാണ്. 100 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 50 ആണ്. 200 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? 100 അല്ലേ? 200 വരെ 100 ഒറ്റ സംഖ്യയും 100 ഇരട്ട സംഖ്യ ഉള്ളത്. അപ്പൊ 200 വരെ 100 ഒറ്റ സംഖ്യ ഉണ്ട്. അപ്പൊ 201 കൂടെ ചേരപ്പോഴോ 101 ഒറ്റ സംഖ്യ ആയില്ലേ? എന്ന് വെച്ചാൽ 1 3 5 അങ്ങനെ പോയി 201 വരെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 201 വരെ കൂട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 101 ഒറ്റ സംഖ്യകൾ കൂട്ടുക എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 101 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ അതിനർത്ഥം 101ന്റെ സ്ക്വയർ ആണ്. 101ന്റെ സ്ക്വയർ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. ആദ്യം n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. അപ്പൊ 201 വരെയുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 101 ഒറ്റ സംഖ്യ ഉണ്ട്. അപ്പൊ 101 ഒറ്റ സംഖ്യകളുടെ തുക 101ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 101ന്റെ സ്ക്വയർ ബൈ 101. ഓരോ 101 വെച്ചാൽ കട്ട് ചെയ്ത് പോകത്തില്ലേ? അപ്പൊ ഫൈനലി നിങ്ങൾക്ക് 101 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. ആംഗിൾ ACB എത്രയാണെന്നാണ് ചോദ്യം. ACB. ഇപ്പൊ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ആ പറഞ്ഞു തരുന്നതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ഇവിടെ കുറേ ഫാക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഫാക്റ്റുകൾ ഓർത്ത് വെച്ചേക്കുക. ഈ ഫാക്റ്റുകൾ വെച്ച് ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം. അപ്പൊ ആ ഫാക്റ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ അല്ല ഇതേപോലൊക്കെയുള്ള പല മോഡൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നതിനേക്കാൾ ഉപരി കുറച്ച് അറിവുകൾ നിങ്ങൾ നേടിവെക്കുക എന്നതായിരിക്കണം ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, അത് വിട്ടേക്ക്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു സർക്കിളാണ്, ഇതൊരു സർക്കിള്. ഈ സർക്കിളിനകത്ത് 2 പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി, എ ബി. ഓക്കെ, ഈ ചോദ്യമായിട്ടൊന്നും ബന്ധമില്ല, ഇത് വേറെ കഥയാണ്, ജസ്റ്റ് പോയിന്റ്. ഇതിനെ നമ്മൾ ആർക്ക് എന്നാണ് അറിയപ്പെടുന്നത്, ചാപം. ഈ ചാപത്തിനെ കേന്ദ്രവുമായിട്ട് യോജിപ്പിച്ചു വെച്ചാൽ കേന്ദ്രമായിട്ട് യോജിപ്പിച്ചു വെച്ചാൽ ഒരു 80 ഡിഗ്രി കിട്ടുമെന്ന് വിചാരിച്ചോ. 80 ഡിഗ്രി കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ചാപം അതിന്റെ സെന്ററായിട്ട് ജോയിൻ ചെയ്ത് വെക്കപ്പം ഒരു 80 ഡിഗ്രി കിട്ടി. ഇനി ഇതേ ചാപം തന്നെ അതിന്റെ മറുചാപം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ മറുചാപം എന്നറിയാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ചാപം ഇതാണെങ്കിൽ അതിന്റെ മറുചാപം ഇതാണ്. ഈ ചാപത്തിൽ എവിടെ ഉണ്ടാക്കുന്ന കോണും, ഇതിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് ഏത് പോയിന്റിലോട്ട് ഉണ്ടാക്കുന്ന കോണും ഇയാളുടെ പകുതിയായിരിക്കും. ഈ 80ന്റെ പകുതിയായിരിക്കും ഈ 40. അത് മനസ്സിലായില്ലേ? ഒന്നുകൂടെ, ഒരു ചാപം 2 പോയിന്റ് പി ക്യൂ, സെന്ററുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ഒരു 100 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിന്റെ മറുചാപത്തിലോട്ട്, ഈ പി ക്യൂനകത്തോട്ടല്ല, ഈ ചോദ്യം ആ പി ക്യൂനകത്തോട്ടുള്ളതാ കണ്ടുപിടിക്കണ്ടേ, അതിന്റെ മറുചാപത്തിനകത്തോട്ട് ഉണ്ടാക്കി വെക്കുന്ന കോൺ ഈ 100ന്റെ പകുതി 50 ആയിരിക്കും. ഇതിനകത്തല്ല, അതിന്റെ മറുഭാഗത്ത്. സംഭവം മനസ്സിലായല്ലോ? വീണ്ടും ഒന്നുകൂടെ, ഇതൊരു ആർക്ക്, ഇതൊരു സർക്കിൾ, ഇതൊരു ചാപം. ഈ ചാപം സെൻട്രൽ ഒരു ആംഗിൾ ഫോം ചെയ്യിപ്പിച്ചേക്കുന്നത്. അതിന്റെ മറുചാപത്തിലോട്ട്, ഈ ഒരു ചാപം പറഞ്ഞാൽ പിന്നെ അതിന്റെ മറുചാപം ഇതാ, അതിനകത്തോട്ടൊരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, അതൊരു 45 ഡിഗ്രിയാണ്. ഓക്കെ, മറുചാപത്തിൽ 45 ഡിഗ്രി ഫോം ചെയ്ത്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇയാളുടെ പകുതിയായത്, അപ്പൊ അതിന്റെ ഇരട്ടി ആയിരിക്കത്തില്ല ഇവിടെ വരുന്നത്, 90 ഡിഗ്രി വരും. 90 ഡിഗ്രി. അപ്പൊ ആ ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായേ? ഒരു ചാപം കേന്ദ്രത്തിൽ എത്ര കോൺ ഉണ്ടാക്കുന്നോ അതിന്റെ പകുതി മറുചാപത്തിൽ ഉണ്ടാക്കും. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പൊ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിനകത്ത് ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു വെക്കുന്നു. ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്ന ഒരു ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ളത്. ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത, ഈ ചതുർഭുജത്തിന്റെ 4 വെർട്ടെക്സിൽ കൂടെ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചതുർഭുജത്തിനൊരു പേരുണ്ട്, പേര് ചക്രീയ ചതുർഭുജം. അപ്പൊ എന്താണ് ചക്രീയ ചതുർഭുജം? ഒരു ചതുർഭുജത്തിന്റെ 4 വെർട്ടെക്സിൽ കൂടെ ഒരു സർക്കിൾ പാസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കിളിന് പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ചതുർഭുജത്തിനെ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഒരു ചതുർഭുജത്തിന്റെ 4 വെർട്ടെക്സിൽ കൂടെ സർക്കിളിന് പാസ് ചെയ്യാൻ പറ്റും, പേര് ചക്രീയ ചതുർഭുജം. പേരിനേക്കാൾ ഉപരി അതിന്റെ പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന്റെ എതിർ കോണുകൾ തമ്മിൽ കൂട്ടപ്പം 180 കിട്ടും. അതായത് ഡി ഇതും ഇതൂടെ കൂട്ടപ്പം 180 കിട്ടും. ഇതൊരു 40 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ 140 ഡിഗ്രി ആയിരിക്കും. 40 140 180 കിട്ടും. 180 കിട്ടണം. ഇതൊരു 30 ഡിഗ്രി ആണെങ്കിൽ ഇതെത്ര ആയിരിക്കും? എതിർകോണുകളാ, ഇത് 150 ഡിഗ്രി ആയിരിക്കും. കൂട്ടപ്പം 180 കിട്ടണം. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാം. ഓക്കെ, എന്താണ് ചോദ്യം എന്ന് നോക്കാം. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്, പലതും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒരു സർക്കിള്, അതിന്റെ ഒരു ചാപം, ഈ ഒരു ചാപം ഞാൻ എടുക്കുന്നു. ഈ ഒരു ചാപം കണ്ടോ, AB എന്ന് പറയുന്ന ചാപം അല്ലെങ്കിൽ ACB എന്ന് പറയുന്ന ചാപം. ഈ ചാപം അതിന്റെ സെൻട്രൽ ഫോം ചെയ്തേക്കുന്നതാണ് 100. അപ്പൊ ഇതേ ചാപം തന്നെ അതിന്റെ മറുചാപത്തിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ D എന്ന് വിളിക്കുന്നത്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 100ന്റെ പകുതി ആയിരിക്കും, 50 ഡിഗ്രി. ഈ ചാപം സെൻട്രിൽ ഫോം ചെയ്യുന്നത് 100, അതിന്റെ പകുതി ആയിരിക്കും മറുചാപത്തി 50. ഈ ചാപം സെൻട്രിൽ ഫോം ചെയ്യുന്നത് 100, അതിന്റെ പകുതി ആയിരിക്കും മറുചാപത്തി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. കണ്ടോ, ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ? 4 വശമുണ്ട്, 1 2 3 4. ഈ 4 വശമുള്ള ക്വാഡ്രിലാറ്ററലിന്റെ എതിർ കോണുകൾ കൂട്ടപ്പം 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ 50ഉം ഈ കോണൂടെ കൂട്ടപ്പം 180 കിട്ടും. അപ്പൊ ഇത് 50 ആണ്. അപ്പൊ ഈ സാധനം എത്ര ആയിരിക്കണം? അപ്പൊ ഇത് 50 ആണ്, ഇത് 130 ആയിരിക്കണ്ടേ? അപ്പോഴല്ലേ 130ഉം 50 കൂടെ കൂട്ടപ്പം 180 കിട്ടും.
മനസ്സിലായി? അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 130 കിട്ടി. ഇത് എങ്ങനെ 50 കിട്ടി? ഈ ചാപം സെന്ററിൽ ഫോം ചെയ്യുന്നത് 100 അപ്പൊ ഈ ചാപം അതിന്റെ മറുചാപത്തിലോട്ട് ആക്കി വെക്കുന്നത് ഈ 100ന്റെ പകുതി 50 ആയിരിക്കും. അപ്പൊ ഇതൊരു ക്വാഡ്രിലാറ്ററൽ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും. ഇത് 50 ആണ്, ഇത് 130 ആയിരിക്കും. കാരണം ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. മനസ്സിലായേ? അപ്പൊ നമ്മുടെ ആംഗിൾ എ സി ബി എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ എ സി ബി എത്ര കിട്ടി? 130. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിലോ വൃത്തകേന്ദ്ര എ ബി വ്യാസം, ഇതൊരു സ്ട്രേറ്റ് വരാം. ആംഗിൾ സി എ ബി എത്ര? സി എ ബി ഇയാൾ എത്ര എന്നാണ് ചോദ്യം. ഇത് നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാമേ. ഒന്ന്, നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് ഫോളോ ചെയ്യാം. ഇതൊരു ചാപമായിട്ട് വിചാരിക്കുക. ഇതൊരു ചാപം. ഈ ചാപം അതിന്റെ സെന്ററിൽ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. ഇതേ ചാപം, ഈ ചാപം അതിന്റെ സെന്ററിൽ ഫോം ചെയ്തേക്കുന്ന 50. ഈ ചാപം അതിന്റെ മറുചാപം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ട്. അവിടെ എവിടെ ആക്കി വെക്കുന്ന ആംഗിൾ, അവിടെ ഈ എന്ന് പറയുന്ന പോയിന്റിലാക്കി വെച്ചേക്കുന്ന ഒരു ആംഗിൾ അല്ലേ ഇത്? ഇതെന്ന് പറയുന്നത് ഈ 50ന്റെ പകുതി ആവണ്ടേ? 25. ഓക്കെ, ഇയാളുടെ പകുതി ആയിരിക്കും ഇത്. മനസ്സിലായില്ലേ? അപ്പൊ ഓപ്ഷൻ എ 25 ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി വേറൊരു കഥയും കൂടെ ഉണ്ടേ. ചുമ്മാ ഇത് ഇങ്ങനെ കണ്ടെത്താം, ഇതാണ് ഏറ്റവും എളുപ്പ വഴി. ഇനി വെറുതെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ട്രയാങ്കിൾ എടുത്താലേ അതിന്റെ ഒരു ആംഗിൾ ഇങ്ങോട്ട് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഓപ്പോസിറ്റ് ആംഗിളിന്റെ സമ്മായിരിക്കും. ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ ആംഗിൾ. ഒന്നുകൂടെ, ഒരു ട്രയാങ്കിള് ഒരു സൈഡ് നമ്മൾ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച്, ഈ ആംഗിൾ എയും ഈ ആംഗിൾ ബിയും ആണ്. ആ എക്സ്റ്റെൻഡ് ചെയ്ത സൈഡിലെ ആംഗിൾ അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എയും ബിയും ആണെങ്കിൽ ഈ ആംഗിൾ എ പ്ലസ് ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു കഥയുണ്ട്. ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്ക്. ഈ ട്രയാങ്കിളിന്റെ ഇതെന്ന് പറഞ്ഞാൽ സെന്റർ ആയതുകൊണ്ട് ഇത് റേഡിയസ് ആണ്. ഇത് രണ്ടും റേഡിയസ് ആണ്. ഇത് രണ്ട് റേഡിയസ് ആവുമ്പം അത് ഈക്വൽ ആയിരിക്കും. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരോ, വൃത്തത്തിന്റെ ആരം ആയതുകൊണ്ട് ഇത് രണ്ട് സെയിം ആയിരിക്കും, ഒരേ നീളമായിരിക്കും. ഇത് രണ്ടും ഒരേ നീളമാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് എന്ന് ഞാൻ വിളിച്ചാൽ ഇതും എക്സ് ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചേക്കുക, അതാ 50. എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ 50, എക്സും കൂടെ കൂട്ടുന്നതല്ലേ 50. ഇപ്പൊ എക്സ് പ്ലസ് എക്സ് ആണ് 50. അപ്പൊ 2x ആണ് 50. ഇപ്പൊ എക്സിന്റെ വില 50/2 25. അപ്പൊ എക്സ് 25 കിട്ടും. അങ്ങനെ ആയാലും നമുക്ക് സി എ ബി 50 ഡിഗ്രി കിട്ടും, 25 ഡിഗ്രി കിട്ടും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ചൊരു ത്രികോണം വരയ്ക്കുന്നു. ത്രികോണത്തിന്റെ കോണുകൾ ഏതൊക്കെ? ഒരു ക്ലോക്ക് എടുത്ത് നമ്മൾ, ഇതാണ് ഒരു ക്ലോക്ക്. ഇത് 12, ഇത് 6, ഇത് 3, ഇത് 9, ഇത് 10, ഇത് 11, ഇത് 1, ഇത് 2, ഇത് 4, ഇത് 5, ഇത് 7, ഇത് 8. 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിക്കുന്നു. ഇത് 1, ഇത് 4, ഇത് 8 എന്നീ സംഖ്യകൾ യോജിപ്പിക്കുന്നു. അപ്പൊ കിട്ടുന്ന ത്രികോണത്തിന്റെ കോണുകൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വശം എടുക്കുക, ഈ വശം എടുത്ത് അതിന്റെ സമീപത്ത് എപ്പോഴും നോക്കണം, രണ്ട് സംഖ്യകൾക്കിടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്. ഒരു സൈഡ് എടുക്കുക, അതിന്റെ സമീപത്ത് എത്ര 30 ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ 30, 30, 30, 30, അങ്ങനെ മൊത്തത്തിൽ എത്ര 30 ഉണ്ട്? 1, 2, 3, 4. അങ്ങനെ 30 × 4 ടോട്ടലി 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ 120. അതിന്റെ പകുതി ആയിരിക്കും ഈ വശത്തിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്. 120ന്റെ പകുതി 60. ഓക്കെ, വീണ്ടും ഒന്നുകൂടെ ഞാൻ ഈ വശം എടുക്കപ്പോൾ അവിടെ എത്ര 30 ഉണ്ട്? 1, 2, 3. അപ്പോൾ 3 × 30 90 ഡിഗ്രിയാണ് സർക്കിളിലുള്ളത്. അതിന്റെ പകുതി ആയിരിക്കും ആ വശത്തിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് വരുന്ന ആംഗിൾ. 90ന്റെ പകുതി എത്ര? 45 ഡിഗ്രി. അപ്പൊ 60, 45 വരുന്ന 60 ഇതിനകത്തുണ്ട്, പക്ഷെ 45 ഇല്ല. ഇവിടെ 60, 45 ഉണ്ട്, ഇവിടെ 60 ഇല്ല. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി. ഇനി മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അതും ഇതേ പോണൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ 2 ആംഗിൾ അറിയെങ്കിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാനൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആണെങ്കിൽ ചെയ്യാം. ഒരു വശം എടുക്കുന്ന അവിടെ എത്ര 30 ഉണ്ട്? 1, 2, 3, 4, 5. അപ്പൊ 5 × 30 എന്ന് പറഞ്ഞാൽ എത്ര? 150. അതിന്റെ പകുതി എത്ര? 75. അതായിരിക്കും ഇത് 75 ഡിഗ്രി. മനസ്സിലായില്ലേ? 60, 45, 75, 60, 45, 75. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. ഓക്കെ,
അപ്പോൾ ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇപ്പൊ രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 10 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പോയി 99 വരെയുള്ള സംഖ്യകളുണ്ട്. അപ്പൊ 10 തൊട്ട് 99 വരെയുള്ള 90 സംഖ്യകളുള്ളത്. 10 തൊട്ട് 99 വരെ മൊത്തം 90 സംഖ്യകളുണ്ട്. 90 എണ്ണം. മൊത്തം രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90 ആണ്. മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 900 ആണ്. നാലക്ക സംഖ്യകളുടെ എണ്ണം 9000 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങ് പോകും. അഞ്ചക്ക സംഖ്യയുടെ എണ്ണം 90000 ആണ്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, രണ്ടക്ക സംഖ്യയുടെ എണ്ണം 90 ആണ്. രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90. അപ്പൊ ഈ 90 എണ്ണത്തിൽ അയാള് പറയുന്ന സംഖ്യ പൂർണ്ണവർഗം ആകാനുള്ള സാധ്യതയാണ്. അപ്പൊ എത്ര പൂർണ്ണവർഗം ഉണ്ടോ അത് മുകളിൽ പറയണം. ഇത് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 10 തൊട്ട് 99 വരെ എന്തും പറയാം. എന്ന് വെച്ചാൽ 90 സംഖ്യകളിൽ ഏതും അയാൾക്ക് പറയാൻ അവകാശം ഉണ്ടായിരുന്നത്. അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് താഴെ പറയണം. അതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് മുകളിൽ വെക്കണം. നമുക്ക് ആഗ്രഹം എന്തുവാ? പൂർണ്ണസംഖ്യ പറയുന്നതാണ്. അപ്പൊ പൂർണ്ണസംഖ്യയുടെ എണ്ണം മേലിൽ. മൊത്തത്തിൽ എത്ര പൂർണ്ണസംഖ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആയി. മനസ്സിലായോ? അപ്പൊ മൊത്തം 90 സംഖ്യകളുണ്ട്. അതിൽ എത്ര പൂർണ്ണവർഗങ്ങളുണ്ട് അതായിരിക്കും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പൂർണ്ണവർഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാളോട് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നത്, അതിൽ പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാവണം. അപ്പം എത്ര പൂർണ്ണവർഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. വർഗം എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, ഇങ്ങനെ പോകും. പക്ഷെ ഇതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും രണ്ടക്ക സംഖ്യകളല്ല. ഇതാ വർഗങ്ങൾ. 1, 4, 9, 16, 25 എന്ന് പറയുന്നത് വർഗങ്ങൾ. പിന്നീടുള്ള 5ന്റെ സ്ക്വയർ ഉണ്ട് 25, 6ന്റെ സ്ക്വയർ ഉണ്ട് 36, 7ന്റെ സ്ക്വയർ ഉണ്ട് 49, 8ന്റെ സ്ക്വയർ ഉണ്ട് 64, 9ന്റെ സ്ക്വയർ ഉണ്ട് 81, പിന്നെ 10ന്റെ സ്ക്വയർ 100 ആണ്. അത് രണ്ടക്ക സംഖ്യ കഴിഞ്ഞു പോയി. അപ്പൊ ഇത്രയും സംഖ്യകളെ മൊത്തത്തിൽ രണ്ടക്കങ്ങളാകുന്ന പൂർണ്ണവർഗങ്ങൾ എത്ര എണ്ണം? 1, 2, 3, 4, 5, 6, 6 എണ്ണം. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മുകളിലും മൊത്തം എണ്ണം താഴെയും പറയപ്പം പ്രോബബിലിറ്റി ആയി. രണ്ടക്ക സംഖ്യ പറയാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ മൊത്തം രണ്ടക്ക സംഖ്യകൾ താഴെ എഴുതണം. പൂർണ്ണവർഗം ആവാനുള്ള സാധ്യതയെ ചോദ്യം. ഇപ്പൊ എന്തിന്റെ സാധ്യതയാണോ കണ്ടെത്തേണ്ടത് അതിന്റെ എണ്ണം മേളിലായിരിക്കണം. നമുക്ക് കണ്ടെത്തേണ്ടത് പൂർണ്ണവർഗം ആകാനുള്ള സാധ്യത. അപ്പൊ അതിന്റെ എണ്ണം മേളിലായിരിക്കണം. ഓക്കെ, അപ്പൊ പൂർണ്ണവർഗം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 6 എണ്ണം. 6/90 ഉണ്ടെ കറുപ്പിക്കാം. അപ്പൊ 6/90 ഓപ്ഷനില്ല. അപ്പൊ ഇതിനെ വെട്ടി ചെറുതാക്കാം. 6നെയും 90നെയും 6 വെച്ച് എണ്ണ ആഡ് ചെയ്യാം. 1/90. ഇതിനകത്ത് എത്ര 6 ഉണ്ട്? 15 അല്ലേ? 1/15. ഓപ്ഷൻ എ തന്നെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. മോഡുലസ് x-1 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് x-3 ആയാൽ എക്സിന്റെ വില. അപ്പൊ നമുക്കൊന്ന് നോക്കാം. മോഡുലസ് x-1 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് x-3 ആയാൽ എക്സിന്റെ വില. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കിടക്കുന്ന എക്സിന്റെ വാല്യൂ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ശരിയാവുന്നത് നോക്കിയാൽ മതി. അപ്പൊ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ. മോഡുലസ് -5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് അല്ല എഴുതണമെന്നാ. മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. മോഡുലസ് -5 എന്ന് പറഞ്ഞാൽ 5 തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 3 എടുത്ത് ഇട്ട് വെക്കാം. ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്ത് 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഇട്ട് കൊടുത്ത്. അപ്പൊ 3 - 3 3 - 1 2 മോഡ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 1 0. ഇത് രണ്ട് ഈക്വൽ ആവത്തില്ലല്ലോ. 2 = 0 വരുമോ? അപ്പൊ ഓപ്ഷൻ എ അല്ല. സോറി, ഓപ്ഷൻ എ അല്ല. ഇനി അടുത്തത് നിങ്ങൾ രണ്ടാമതായിട്ട് -2 ഇട്ട് കൊടുക്കണം. അപ്പൊ മോഡുലസ് എക്സിന്റെ സ്ഥാനത്ത് -2. അപ്പൊ -2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സിന്റെ സ്ഥാനത്ത് -2 -2 - 3 -2 - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -3 ആണ്. -2 - 3 എന്ന് പറഞ്ഞാൽ -5 ആണ്. ഇത് ഈക്വൽ ആവുമോ? ഇല്ലല്ലോ, ഈക്വൽ ആവത്തില്ല. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. പിന്നെ അടുത്ത 2 ഇട്ട് കൊടുക്കണം. 2 അപ്പൊ നമുക്ക് 2 ഇട്ട് കൊടുക്കാം ഇവിടെ. ഇപ്പൊ എക്സിന്റെ സ്ഥാനത്തോട്ട് 2 ഇവിടോട്ട് എഴുതട്ടെ. 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇട്ട് കൊടുത്തോ. 2 - 3 അപ്പൊ 2ൽ നിന്ന് 1 പോയാൽ 1 മോഡുലസ് 1, 2ൽ നിന്ന് -3 പോയാൽ -1 മോഡ് -1. 1ന്റെ മോഡുലസ് 1 -1ന്റെ മോഡുലസ് 1 ഈക്വൽ ആയല്ലോ. അപ്പുറം. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരം 3 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ കേന്ദ്രകോൺ 120 ഡിഗ്രി ആയ വൃത്താംശത്തിന്റെ പരപ്പളവ്. ഓക്കെ, വൃത്താംശം എന്ന് പറഞ്ഞാൽ സെക്ടർ ആണ്. സെക്ടർ. അപ്പൊ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തോന്ന് പരിചയപ്പെടുത്താം. ഇതൊരു വൃത്തത്തിന്റെ 2 പോയിന്റ് എടുക്കുമ്പോൾ ആർക്കാവും. ഈ ആർക്കിനെ നമ്മൾ സെന്ററുമായിട്ട് ജോയിൻ ചെയ്യപ്പം കിട്ടുന്ന ഈ ഭാഗമാണ് സെക്ടർ എന്നറിയപ്പെടുന്നത്. സെക്ടർ, വൃത്താംശം. ഓക്കെ, അതിനൊരു ആംഗിൾ കാണുമല്ലോ, കേന്ദ്രകോൺ, അതാണ് തീറ്റ. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഇതിന്റെ പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ വൃത്താംശത്തിന്റെ പരപ്പളവ്.
ഓക്കെ. ഇപ്പൊ ഒരു വൃത്താംശത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. ഒരു വൃത്താംശം ആംഗിൾ തീറ്റയാണ്, റേഡിയസ് r ആണെങ്കിൽ അതിന്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാൻ θ/360 × πr² എന്ന ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. θ/360 × πr². θ/360 × πr². ഇവിടെ തീറ്റ എത്ര ആണെന്ന് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ കേന്ദ്രകോൺ, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ തന്നിട്ടുണ്ട് 120 ഡിഗ്രിയാണ്. ഓക്കെ, 120 ഡിഗ്രി ബൈ 360 ഇൻറ്റു പൈ. പൈയുടെ വില കൊടുക്കണമെന്ന് ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷനകത്തെല്ലാം പൈ ഉണ്ടായ സ്ഥിതിക്ക് പൈയുടെ വില അവർ കൊടുത്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. 6. അപ്പൊ വൃത്താംശത്തിന്റെ റേഡിയസ് ആണ്, അതിവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 × 3 വരുമല്ലോ. ഈ 120നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360 കിട്ടും? 3 ആണ്. 120 × 3 ആണല്ലോ 360. ഈ 3ഉം ഈ 3ഉം കൂടെ കട്ട്. അപ്പൊ 3ഉം പൈയുടെ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ എത്ര കിട്ടും? 3 പൈ എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ ഡി. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രപരപ്പും പാദപരപ്പും തുല്യമാണ്. പാദത്തിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള അംശബന്ധമുണ്ട്. വക്രപരപ്പും പാദപരപ്പും, വൃത്തസ്തംഭത്തിന്റെ വക്രപരപ്പ്, ഇതാണ് വൃത്തസ്തംഭം, സിലിണ്ടർ. അപ്പൊ അതിന്റെ വക്രപരപ്പ് എന്ന് പറഞ്ഞാൽ ഈ വട്ടമുള്ള ഏരിയ ഉണ്ടല്ലോ, അതാ വക്രപരപ്പ്. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രപരപ്പ് എന്ന് പറഞ്ഞാൽ 2πrh ആണ്. 2πrh. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πrh. അതിന്റെ പാദ എന്ത് വരുന്നു? പാദപരപ്പും തുല്യമാണ്. പാദപരപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പാദം, അതിന്റെ പരപ്പളവും തുല്യമാണ്. പാദത്തിന്റെ പരപ്പളവും വക്രതല പരപ്പളവും തുല്യം. ഇതാണ് വെക്കുന്ന സ്ഥലം, പാദം. അതൊരു വൃത്തമല്ലേ, വൃത്തത്തിന്റെ ആരം πr², അത് തുല്യമാണെന്നാ പറയുന്നത്. ഒരു വൃത്തത്തിന്റെ വക്രതല പരപ്പളവും പാദപരപ്പളവും തുല്യമാണ്. ഇതാ പാദം, ഇത് വെക്കുന്ന സ്ഥലം, അതാണ് പാദം. അപ്പൊ പാദത്തിന്റെ പരപ്പളവും വക്രതല പരപ്പളവും തുല്യമാണെന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ അപ്പുറം ഇപ്പുറം ഒരേ സംഖ്യകൾ വല്ലതും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. പൈ ഉണ്ടല്ലോ, കട്ട് ചെയ്യാം. ഇവിടെ 6, ഇവിടെ r² ഉണ്ട്, ഓരോ 6 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 6 പോവും, ഇവിടെ r² ഒരു 6 പോവും. അവശേഷിക്കുന്നത് 2h, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഈ h നെ നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. കാരണം പാദത്തിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള റേഷ്യോ ചോദ്യം. ആരവും ഉയരവും. അപ്പൊ ആരം മേളിൽ നിൽക്കണം, അതിനു വേണ്ടിയിട്ടാ ഈ h അപ്പുറത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ 2 = r/h എന്ന് കിട്ടും. അപ്പം ഈ 2ന്റെ അടി നമുക്ക് ഒന്നിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ, r/h എന്ന് പറഞ്ഞാൽ 2/1. അപ്പൊ r/h എന്ന് പറഞ്ഞാൽ എന്തുവാ? 2:1. അപ്പൊ റേഷ്യോ 2:1, ഓപ്ഷൻ എ. വേറൊരു കാര്യം, പാദത്തിന്റെ ആരവും സ്തംഭത്തിന്റെ ഉയരവും തമ്മിലുള്ള ബന്ധം ചോദിച്ചാൽ സ്തംഭത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടിയായിരിക്കും പാദത്തിന്റെ ആരം. സ്തംഭത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടിയായിരിക്കും പാദത്തിന്റെ ആരം. ഓക്കെ. സ്തംഭത്തിന്റെ ഉയരമാണല്ലോ h, അതിന്റെ ഇരട്ടിയായിരിക്കും പാദത്തിന്റെ ആരം. പാദത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ സ്തംഭത്തിന്റെ ഉയരത്തിന്റെ ഇരട്ടിയായിരിക്കും. അല്ലെങ്കിൽ പാദാരത്തിന്റെ പകുതി, ഈ രണ്ടങ്ങപ്പുറത്ത് പോകുമ്പോൾ പാദാരത്തിന്റെ പകുതി ആയിരിക്കും h, ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ പല രീതി പറയാം എന്ന് ഞാൻ കാണിച്ചു തന്നതാ. അപ്പൊ ഇവിടുത്തെ റേഷ്യോ ചോദ്യം, അപ്പൊ 2:1 ഉത്തരം. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? ഒരു ബഹുഭുജത്തിന് n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക, ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാൻ. ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല വശങ്ങളുള്ള പല സംഭവങ്ങളാണ്. ഇതാ ബഹുഭുജങ്ങൾ കേട്ടോ, പോളിഗൺസ് എന്നറിയപ്പെടും. ഇതിന്റെ കോണുകൾ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് കാണുന്ന ഇതാണ് കോണുകൾ. ആന്തരകോണെന്നോ കോണുകളെന്നോ പറയപ്പെടും. അപ്പൊ ഇതിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ n-2 × 180. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, n-2 × 180. ഇതാണ് ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ കോണുകളുടെ തുക ഇതാണ്. ഇനി അടുത്തത്, ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ് എന്ന് വെച്ചാൽ 20 വശമുള്ള ഒരു ബഹുഭുജത്തിന് ഉറപ്പായിട്ട് 20 കോണുകളും കാണും. 20 കോണുകൾ. ക്ലിയർ ആണേ? അപ്പൊ നമുക്ക് ഒരു കോൺ, അപ്പൊ ആ കോണുകളെല്ലാം തുല്യമാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കോൺ കണ്ടുപിടിക്കാൻ കോണുകളുടെ തുക എടുക്കണം. അതിനെ വശങ്ങളുടെ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മൊത്തം കോണുകളുടെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കോണിന്റെ അളവ് കിട്ടും. പക്ഷെ ആ കോണുകൾ തുല്യമായിരിക്കണം. ചോദ്യം പറയുന്നുണ്ട് ഓരോ കോണും തുല്യമാണെന്ന്. അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, ഒരു ബഹുഭുജത്തിന്റെ ഒരു കോൺ കണ്ടുപിടിക്കാൻ കോണുകളുടെ തുകയെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി.
കോണുകളുടെ തുകയെ കോണുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണമാണ്, അത് 20 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 20 ഇട്ടെടുത്തോ. 20 മൈനസ് 2 ഇൻറ്റു 180 ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ എത്ര? 20. അപ്പൊ 20 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 18. 18 ഇൻറ്റു 180 ബൈ 20. 0 0 കട്ട്, 2 18 കട്ട് ചെയ്താൽ 9. 18 ഇൻറ്റു 9 അടിച്ചു നോക്ക്. 90 72 162. അപ്പൊ ഉത്തരം ഒരു കോണിന്റെ അളവ് 162 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, ഒരു ബഹുഭുജത്തിന്റെ ബാഹ്യകോണുകളുടെ തുക എത്രയാണെന്ന് അറിയാമോ? ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ ഒരു വശത്തെ പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇത്. ഈ ബാഹ്യകോണുകളുടെ തുക എല്ലായ്പ്പോഴും എത്ര വശം ഉണ്ടായാലും 20 ആയിക്കോട്ടെ 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, ബാഹ്യകോണുകളുടെ തുക, ബാഹ്യകോണുകളാണേ, അതെപ്പോഴും 360 ആയിരിക്കും. 360. മനസ്സിലായോ? വേറെ സത്യം ചുമ്മാ പറയട്ടെ. ബാഹ്യകോണുകളുടെ തുക 360. അപ്പൊ ഒരു ബാഹ്യകോണോ 300, തുകയായ 360. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ ഇപ്പം 20 വശമുണ്ട്. അപ്പം 20 വശമുള്ളതിന്റെ ഒരു ബാഹ്യകോണം എത്ര ആയിരിക്കും? 360/20 എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പൊ 18 ഡിഗ്രി. അപ്പൊ 18 ഡിഗ്രി ആയിരിക്കും ഒരു ബാഹ്യകോണം എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ ഇത് അങ്ങോട്ട് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പോഴുള്ള ഈ കോണം എന്ന് പറയുന്നത് 18 ഡിഗ്രി ആയിരിക്കും, ബാഹ്യകോൺ. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ബാഹ്യകോണൊന്നും അല്ലല്ലോ പറഞ്ഞേക്കുന്നത്, ഓരോ കോണ അകത്തുള്ള കോണ. ഇത് ആൾറെഡി നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഒരു ബാഹ്യകോണിന്റെ അളവ് 18 ഡിഗ്രിയാണ്. ഈ 18 ഡിഗ്രി നിങ്ങൾ 180 നിന്ന് കുറച്ചാലും മതിയാവും കേട്ടോ. 10 8 2 7 1 6 1 162 ഡിഗ്രി. അപ്പോൾ അകത്തുള്ള കോണ് 8. കാരണം ഇത് 18 ഡിഗ്രിയാണ്. ഇതൊരു ലീനിയർ പേര, രേഖീയ ജോഡി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 150 കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് 162 ആയിരിക്കും. അങ്ങനെയും കണ്ടെത്താം ഒരു കോൺ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമബഹുഭുജത്തിന്റെ ഒരു കോൺ 168 ഡിഗ്രി. ഒരു കോൺ 168 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ ഒരു സമബഹുഭുജത്തിന്റെ ഒരു കോൺ കണ്ടെത്തണം. ഒരു കോൺ. അപ്പോൾ ഒരു കോൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എത്ര? തുകയെ, തുക എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യകോണിന്റെ തുക n-2 × 180 ബൈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോൺ കിട്ടും. അതിവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 168 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ താഴെ കിടക്കുന്ന n-നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് n-2 × 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 168 n എന്ന് കിട്ടും. ഈ 180 കൊണ്ട് അകത്ത് കയറി ഈ 2 പേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 180 കൊണ്ട് n-നെ മൾട്ടിപ്ലൈ ചെയ്താൽ 180 n മൈനസ് 180 × 2 360 ദാറ്റ് ഈസ് ഈക്വൽ ടു 168 n. ഈ 168 n ഇപ്പുറത്ത് വരികയും 360 അപ്പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ 180 n മൈനസ് 168 n ദാറ്റ് ഈസ് ഈക്വൽ ടു 360. 180 നിന്ന് 168 പോട്ടെ, 12 നീട്ടും. അപ്പൊ 12 n എന്ന് പറഞ്ഞാൽ 360. അപ്പൊ n എന്ന് പറഞ്ഞാലോ 360/12 30 വരും. ഈ 12 ഇവിടെ ഇന്ത്യ ചെയ്തിട്ടേക്ക് അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അപ്പൊ 360/12 30. ഓപ്ഷൻ എ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു ബഹുഭുജമാണ്. സമബഹുഭുജമായിട്ട് എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, ഒരു കോൺ 168 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാഹ്യകോണം എന്ന് പറഞ്ഞാൽ 180 നിന്ന് അകത്തെ കോണങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 180 നിന്ന് 168 കുറയ്ക്ക്, എത്ര കിട്ടും? 12. അപ്പൊ ഒരു ബാഹ്യകോൺ 12 ഡിഗ്രി ആയിരിക്കും. സമബഹുഭുജമായതുകൊണ്ട് എല്ലാ ബാഹ്യകോണും ഇനി 12 ഡിഗ്രി തന്നെയായിരിക്കും. ഇതിന് n വശം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ n കോണുകളും കാണും. അപ്പൊ ഇതിന് മൊത്തം ബാഹ്യകോണുകൾ n ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 12 എണ്ണം n ടൈംസ്. അതായിരിക്കുമല്ലോ ടോട്ടൽ ബാഹ്യകോണിന്റെ തുക. ഒരു ബാഹ്യകോൺ 12. അങ്ങനെ 10 ബാഹ്യകോൺ ഉണ്ടെങ്കിൽ 12 × 10 അതല്ലേ ആകെ ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ, ബാഹ്യകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ n ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ 12 × n അതാണ് ടോട്ടൽ ബാഹ്യകോൺ. ബാഹ്യകോണുകളുടെ തുക, പുറത്തുള്ള കോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 തന്നെ ആയിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് n ഒറ്റയടി കണ്ടെത്താം. 360/12 30 നീട്ട്. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് എഴുതി ഞാൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായി? ഇത്രയും വലിയ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ്. സംഖ്യ ഏത്? നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം. ഓപ്ഷൻ ഉപയോഗിക്കാതെയും ചെയ്യാം, ഓപ്ഷൻ ഉപയോഗിക്കാം. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സംഖ്യ അയാളുടെ 5 മടങ്ങ്. അപ്പൊ അയാളുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ, ഈ സംഖ്യയേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പോൾ 24. ഓക്കെ, ഇതിനേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ്. ഇതിന്റെ 3 മടങ്ങിന് തുല്യമാണ്. 24 × 3 72 അല്ലേ വരത്തുള്ളൂ. ഇത് രണ്ടും തുല്യമാണെന്നാ പറയുന്നത്. അതായത് ഒരു സംഖ്യ അതിന്റെ 5 മടങ്ങും അതിനേക്കാൾ 4 കൂടുതലായ ഒരു സംഖ്യയുടെ 3 മടങ്ങും തുല്യം.
20 സംഖ്യയെങ്കിൽ അതിന്റെ 5 മടങ്ങ് 100 കിട്ടും. അപ്പൊ അതിന് തുല്യമാണ് ഇതിനോടൊപ്പം 4 കൂട്ടി 3 ഗുണിക്കുന്നത്. അങ്ങനെ പറയുന്നത് ഇതിനോടൊപ്പം 4 കൂട്ടി 3 ഗുണിക്കുന്നത്. 24 × 3 72. രണ്ടും തുല്യമല്ലല്ലോ, അപ്പം വെട്ടി. ഇനി അടുത്തത് 30 എടുത്ത് നോക്കാം. അപ്പം ഈ സംഖ്യയുടെ 5 മടങ്ങ്, അപ്പൊ 30 × 5 150 ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഈ സംഖ്യയേക്കാൾ 4 കൂടുതലായ സംഖ്യയുടെ 3 മടങ്ങിന് തുല്യ. ഇതിനോടൊപ്പം 4 കൂട്ടി നിങ്ങൾ 30നോടൊപ്പം 4 കൂട്ടിയ 34. അതിന്റെ 3 മടങ്ങ് എടുക്കുമ്പോൾ ഇതിന് തുല്യമായിട്ട് നമ്പർ കിട്ടും. 3 12, 3 9 1 10, 102 കിട്ടത്തുള്ളൂ. ഇത് രണ്ടും തുല്യമാണോ? അപ്പൊ അതും വിട്ടാം. ഇനി 40 എടുത്ത് നോക്കിക്കോ. ഈ ഒരു സംഖ്യയുടെ 5 മടങ്ങ്, ഇപ്പൊ ഇയാളുടെ 5 മടങ്ങ് ആദ്യം എടുക്കണം. അപ്പൊ 5 × 40 എടുക്കണം, 200. ഇനി ഈ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യ. അപ്പൊ ഇതിനേക്കാൾ 4 കൂടുതലായ സംഖ്യ എടുക്കണം, 44. എന്നിട്ട് അതിന്റെ 3 മടങ്ങിന് തുല്യ, 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 12, 3 12 1 13. ഇത് രണ്ടും തുല്യമാണോ എന്ന് നോക്കണം. അല്ലല്ലോ, അപ്പൊ ഇതുമല്ല. അപ്പൊ പിന്നെ ഓപ്ഷൻ ഡി തന്നെ ഉത്തരം. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് 30 കിട്ടി. ഇനി ആ സംഖ്യയുടെ ഒപ്പം 4 കൂട്ടുന്ന ഈ സംഖ്യയുടെ 4 കൂട്ടി 3 കൊണ്ട് ഗുണിച്ച് നോക്കണം. അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യ എടുക്കണം. 6നേക്കാൾ 4 കൂടുതലായ സംഖ്യ 10. അതിനെ 3 കൊണ്ട് ഗുണിക്കണം, 30. രണ്ടും തുല്യമായില്ലേ? ഓപ്ഷൻ ഡി ഉത്തരം. ക്ലിയർ അല്ലേ? യഥാർത്ഥത്തിൽ ഇതിന്റെ വഴി എന്ന് പറഞ്ഞിട്ടെ, ഒരു സംഖ്യ എക്സ് എന്ന് വിളിക്കുന്നത്, അതിന്റെ 5 മടങ്ങ് അതിന് തുല്യമാണ് ആ സംഖ്യയോടൊപ്പം 4 കൂടുതലായ സംഖ്യയുടെ 3 മടങ്ങ്. ഈ 3 കൊണ്ട് അകത്തേറി ഓപ്പൺ ചെയ്യണം. അപ്പൊ 5x ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 3x പ്ലസ് 3 × 4 12. 3x ഇപ്പുറത്ത് വരുമ്പോൾ 5x - 3x 2x. 2x = 12. അപ്പൊ x = 6. ഇത്രേ ഉള്ളൂ സാധനം. അടുത്ത ക്വസ്റ്റ്യൻ 5.5 × 23 മൈനസ് 4.5 × 23. ഇതിന്റെ വില എത്രയാണെന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ടേം, ഇതൊരു ടേം. ഈ രണ്ടെടുത്ത് യഥാർത്ഥത്തിൽ 23 കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 23നെ അങ്ങ് പുറത്തെടുക്കാം. കോമൺ ആയിട്ട് പുറത്തായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിടാം. 23 ആണേ, 23. അപ്പൊ ഇവിടുന്ന് 23 പോയ 5.5, ഇവിടുന്ന് 23 പോയ 4.5. നടുക്കത്തെ സൈൻ അതേപടി കൊടുക്കണം. 5.5-ക്കകത്തുനിന്ന് 4.5 കളഞ്ഞ എത്ര? 5.5-ക്കകത്തുനിന്ന് 4.5 എടുത്ത് കളഞ്ഞ 1 അല്ലേ? 5.5-ക്കകത്തുനിന്ന് 4.5 പോയ 5.5-ന്ന് 4.5 പോയ 1 അല്ലേ? 4.5 + 1 അല്ലേ 5.5. അപ്പൊ 1 കിട്ടും. 1 × 23 നമുക്ക് എത്ര വരും? 23. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 0.01 × 0.001 ഡിവൈഡ് ബൈ 0.1 × 0.01. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, മേളിലും താഴെയുള്ള ഡെസിമലിന്റെ എണ്ണം സെപ്പറേറ്റ് ചെയ്തെടുത്ത് എഴുതണം. 1 2 3 4 5 ഇൻറ്റു സൈൻ ആണ് കേട്ടോ. അപ്പൊ 1 2 3 4 5. മേളിൽ 5 എണ്ണം ഉണ്ട്, താഴെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 3 എണ്ണം ഉണ്ട്. അപ്പൊ മേളിലും താഴെയും ഡെസിമൽ തുല്യമാണെങ്കിൽ നമുക്ക് ഈ ഡെസിമൽ കളയാനുള്ള അവകാശമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ തുല്യമല്ല, താഴെ കുറവുണ്ട്. എത്ര എണ്ണത്തിന്റെ കുറവുണ്ട്? മേളിനെ അപേക്ഷിച്ച് 2 എണ്ണത്തിന്റെ കുറവ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ അവസാനം 2 0 വെച്ച് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇനി എണ്ണി നോക്ക്. 1 2 3 4 5. താഴോ 1 2 3 4 5. തുല്യമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിമൽ കളയാം. അപ്പൊ ഈ ഡെസിമൽ കളഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും. ഈ ഡെസിമൽ കളഞ്ഞാൽ 1 കിട്ടും. ബൈ ഈ ഡെസിമൽ കളഞ്ഞാൽ 1 കിട്ടും. ഈ ഡെസിമൽ കളഞ്ഞാൽ ഇത്രയും പോവും, 100 ഉള്ളത് 100. അപ്പൊ 1 ഡിവൈഡ് ബൈ 100 എന്ന് ഉത്തരം. അപ്പൊ ഓപ്ഷനെല്ലാം ഡെസിമൽ ആയതുകൊണ്ട് 1നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 എഴുതിയിട്ട് എത്ര 0 ഉണ്ട് അത്ര ഇടത്ത് മാറ്റി പോയിന്റ് ചെയ്താൽ മതി. 1 മാറി ഇനി ഒരു 0 കൂടി ഇട്ട് കൊടുത്ത് മാറ്റുക. അപ്പൊ 0.01 എന്ന ആൻസർ വരും. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി, ബിയും സിയും ഞാൻ ഒരേ ഉത്തരം എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കണ്ട. ഇവിടെ ഒരു 0 കൂടുതലായിരുന്നു എന്ന് വിചാരിച്ചോ. 0.001. അപ്പൊ ഇത് ഉത്തരമല്ല, ഓപ്ഷൻ സി ഉത്തരം കേട്ടോ. നമുക്ക് ഉത്തരം ആവശ്യം. ഏത് ഓപ്ഷനാണ് നമുക്ക് പിന്നത്തെ കഥ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 0.36 × 0.25 ഡിവൈഡ് ബൈ 0.5 × 0.0006 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മേളിലും താഴെയും ഡെസിമലിന്റെ എണ്ണം എടുത്തു നോക്കണം. 1 2 3 4. മേളിൽ 4 എണ്ണം ഉണ്ട്. താഴോ 1 2 3 4 5 5 എണ്ണം. മേളിലും താഴെയും തുല്യമാണോ? അല്ല, മേളിൽ കുറവാണ്. അപ്പൊ അവിടെ 0 കൊടുത്ത് നിങ്ങൾ ബാലൻസ് ചെയ്യണം. അപ്പൊ മേളിലോട്ട് ഒരു 0 കൊടുക്കുക. പിന്നെ എണ്ണി നോക്ക്. 1 2 3 4 5. താഴോ 1 2 3 4 5.
മേളിലും താഴെ തുല്യമാണെങ്കിൽ അത് ഏത് സംഖ്യ ആവാം, ഇവിടെ യാദൃശ്യവശാൽ 2 5 ആയി പോയതാ കേട്ടോ. അപ്പം 5 6 7 8 എത്ര ആയിക്കോട്ടെ, പക്ഷെ തുല്യമാവണം, എണ്ണം തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡെസിമൽ കളയാം. ഈ ഡെസിമൽ പോയി കഴിഞ്ഞാൽ 36, ഈ ഡെസിമൽ പോയി കഴിഞ്ഞാൽ 250, ഈ ഡെസിമൽ പോയി കഴിഞ്ഞാൽ 5, ഈ ഡെസിമൽ പോയി കഴിഞ്ഞാൽ 6. ഇനി ഇത് കട്ട് ചെയ്താൽ മതി. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ, 5 × 6 30 അല്ലേ. അപ്പോൾ 36 × 250 ഡിവൈഡ് ബൈ 30. ഈ 0 കട്ട്. 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടും, 12. 25 × 12 300 അല്ലേ, 300. ഇത്തരം 300. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയോട് 12.45 കൂട്ടിയതിൽ നിന്ന് 8.75 കുറച്ചപ്പോൾ 7.34 കിട്ടി. ആദ്യ സംഖ്യ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സംഖ്യ, അതിനോട് ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. ആ സംഖ്യയോട് 12.45 കൂട്ടുന്നു, എന്നിട്ട് 8.75 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടി 7.34. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ -8.75 നമുക്ക് എക്സ് ഈക്വൽ ടു ഈ രണ്ട് സംഖ്യ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ. ഈ -8.75 അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ 7.34 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ +8.75 എന്ന് വരും. എന്നിട്ട് ഈ 12.45 മൈനസ് ചെയ്യണം, കാരണം ഇവിടെ പ്ലസ് ചെയ്തിട്ടേക്കല്ലേ, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടുക, ഇത് മൈനസ് ചെയ്യുക, പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ 7.34 8.75 കൂട്ടിക്കുക, 9 7 3 15 1 8 8 16 16.09 എന്ന് കിട്ടി. ഇനി അതിൽ നിന്ന് 12.45 മൈനസ് ചെയ്യണം. 9 ൽ നിന്ന് 5 പോയാൽ 4, 0 ൽ നിന്ന് 4 പോകത്തില്ലല്ലോ, അപ്പോൾ 10 ൽ നിന്ന് 4 പോയാൽ 6, 5 ൽ നിന്ന് 2 പോയാൽ 3, 3.64 എന്ന് വരും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 7407/6 എന്ന് പറയുന്നത് 1237.5 ആയാൽ 7.407 ഡിവൈഡ് ബൈ 0.6 എത്ര? ഓക്കെ, 7407 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 1234.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7.407 ഡിവൈഡഡ് ബൈ 0.6 ഇത് കണ്ടുപിടിക്കണം. നമുക്ക് ഡെസിമൽ തുല്യമാക്കാൻ വേണ്ടിയിട്ട് മേളിലും താഴെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെസിമൽ മാറ്റാം നമുക്ക് ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പം ഡെസിമൽ തുല്യമാക്കാൻ വേണ്ടി ഞാൻ മേളിലും താഴെ ഇവിടെ 1 2 3 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു 3 0 താഴോട്ട് വെച്ച് കൊടുത്ത് 2 0 വെച്ച് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ നോക്ക് 1 2 3 താഴെ നോക്ക് 1 2 3. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 7407 ബൈ ഈ പോയിന്റ് പോയ 600. 600നെ നമുക്ക് 6 × 100 എന്ന് എഴുതാം. ഓക്കെ, ഇത്ര എഴുതി. ഇനി നമുക്ക് 7407/6 ഇത്രയും സാധനം എത്ര നമുക്കറിയാം. ഓക്കെ, അതിനെ ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇതിനെ ഇത്ര 7407/6 7407/6 എത്ര? ഇത്ര സംഭവം 1 2 3 4.5 ബൈ ഇനി താഴെ എന്തോ വന്നിട്ടുണ്ട്, ഒരു 100 വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ 100 വന്നിട്ടുണ്ടെങ്കിൽ 2 0 ഉള്ളത്. ഇപ്പോൾ 2 സ്ഥാനം എവിടെ പോയിന്റ് നിൽക്കുന്നു അവിടുന്ന് ഇടത്തോട്ട് മാറിയാൽ മതി. ഇപ്പോൾ ഒരെണ്ണം മാറി 2 എണ്ണം മാറി, ഇവിടെ പോയിന്റ് വരും. എന്ന് വെച്ചാൽ 12.345 എന്ന് ഉത്തരം വരും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ തന്നെ. ഓക്കെ.